എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമെ സീരീസിൻ്റെ എപ്പിസോഡ് 155. ഓക്കെ, അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ഷിയോയാൻ അവൻ്റെ നെറ്റിയിൽ വന്ന ഷിയോ ക്ലാൻ ടാറ്റു അതുകൊണ്ട് ഷോക്കഴിച്ച് നിൽക്കുവാണ്. ഷൂഡാവോ ഷിയോ ക്ലാനിൽ നിന്നാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ അതെന്ന് പറയുവാണ്. ഷൂഡാവോ മനസ്സിൽ ആളെ എനിക്കറിയാം, വളരെ എക്സ്ട്രാ ഓർഡിനറിയാണ്. ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ എനിക്ക് ആളുടെ പ്രസൻസ് മനസ്സിലായതാണ്. ഇവനെ വല്ലതും ചെയ്താൽ എൻ്റെ ലൈഫ് തന്നെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ് എന്ന് വിചാരിച്ച് അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് ശരി ഇപ്പോട്ടേക്കൊന്ന് വയ്ക്കോ. അവർക്ക് മനസ്സിലായില്ല. കാര്യമായിട്ട് പറഞ്ഞ് വെസ്റ്റിലേക്ക് പോയാൽ നിങ്ങൾ പോകേണ്ട പ്ലേസിലേക്ക് ആരുടെയും തടസ്സമില്ലാതെ പോകാൻ വഴിയും. അവന് പിന്നെ നോർമലായിട്ട് നന്ദി പറഞ്ഞിട്ട് അവർ പോയി. അവരവിടെ നിന്ന് പോയപ്പോൾ ഞാൻ ഇപ്പോൾ അവനെ ഹെൽപ്പ് ചെയ്തത് എന്നെ ഇവിടെ നിന്ന് റിലീസ് ചെയ്യാൻ സമ്മതിക്കുമോ എന്തോ എന്ന് പറയുന്നു. ഷിയോനും ഗുക്ല എല്ലാവരും പോകുമ്പോൾ ഷിയോ ക്ലാനിൽ നിന്നാണ് എന്ന് എങ്ങനെയോ മനസ്സിലായി. അതാകും ഇങ്ങനെ മാറിയത്. അപ്പോഴാണ് കുശുവൻ നിന്റെ നെറ്റിയിൽ വന്ന ഷിയോ ക്ലാൻ ടാറ്റു കാരണമാണ് അവന് ക്ലാൻ ടാറ്റു. സത്യത്തിൽ അവ ഇതുവരെ അങ്ങനെ നെറ്റിയിൽ വരുന്നത് അറിഞ്ഞിട്ടില്ലായിരുന്നു. അവൻ പവർ എടുക്കുമ്പോഴാണ്, അതായത് 3 മിസ്റ്റീരിയസ് ചേഞ്ച് ടെക്നിക്ക് അതെടുക്കുമ്പോഴാണ് അത് ഗ്ലോ ആകുന്നത്. അതുമായിട്ട് ഷിയോ ക്ലാനിന് എന്തോ ഒരു കണക്ഷൻ ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ ഷിയോ ക്ലാനിലെ ആരെയോ ആൾക്ക് പേടിയാണ് എന്ന് പറയുമ്പോഴാണ് ഷിയോശുവാന്റെ കാര്യം ഓർക്കുന്നത്. അത് യൂണർ അവനെ ഒരുമിച്ച് പറയുന്നതാണ്. ഗോശുവാൻ എന്ന ഷിയോശുവാൻ ഒരുപാട് വർഷം മുൻപ് ഡെറ്റായതല്ലേ. ഈ ഹാഫ് സെന്റ് എന്തിനാ പേടിക്കുന്നത്? അതിന് യൂണർ ഈ ടോംബ് വളരെ മിസ്റ്റീരിയസ് ആണ്. ഹാഫ് സെന്റ് ഷൂട്ടാവോ ഇവിടെ സർവൈവ് ചെയ്യുന്നെങ്കിൽ എന്തുകൊണ്ട് ഷിയോശുവാൻ ചെയ്തുകൂടാ? മിസ്റ്റർ ഉടനെ സോൾവ് ആക്കാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അങ്ങനെ ഡീപ്പസ്റ്റ് പാർട്ടിലേക്ക് എത്തി ശിവശിവാന്റെ റെസിഡൻസ് അത് കണ്ടുപിടിച്ച് ഏൻഷ്യന്റ് ബുക്ക് എടുക്കണം. അതിനായിട്ടാണ് അവൻ വരുന്നത്. എന്ത് ഷിയോ ക്ലാന് മുൻപ് നടന്നതും നീ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ള അവനറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിൽ കാണും. വാട്ടവർ ഷൂഡാവ് കാരണം പെട്ടെന്ന് തന്നെ എത്തിയെന്ന് പറയുമ്പോഴാണ് ഒരു വോയിസ്, ഷിയോയൻ നീ സ്ലോ ആണല്ലോ എന്ന് പറയുന്ന ഹുന്യന്റെ വോയിസ്. പെട്ടെന്ന് അവർക്ക് ചുറ്റും പവർ വന്ന് മൂടി എന്നിട്ട് താഴേക്ക് കൊണ്ടുപോവുകയാണ്. മറ്റൊരു പ്ലേസിലേക്ക് എത്തി. അവിടെ നോക്കുമ്പോഴാണ് അത് ഹുൻ ക്ലാനിന്റെ ഡൊമൈൻ. അങ്ങോട്ട് അവിടെ 2 പേര് വരികയാണ്. അത് 2 ഡൗസൈൻറ്റ് ലെവലുള്ളവര്. ഹുൻ ക്ലാനിലുള്ള 2 ഡൗസൈൻറ്റ് എനർജി സോളായിട്ട് പോലും അവരിവിടെ ഒരു വേൾഡ് തന്നെ ക്രിയേറ്റ് ചെയ്തു. അവിടെ ഹുന്യയും ഹുൻലിനും ഉണ്ട്. അവൻ പിന്നെ മീറ്റ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഹുണ്ടയാവോ എന്ന ആളോട് അവനാണ് ഷിയോ ക്ലാനിലെ റിമെയിൻസ്. അവൻ്റെ സ്ട്രെങ്ത് വളരെ കൂടുതലാണ്. പിന്നെ ഷിയോ ക്ലാൻ തിരികെ വരാൻ അവന് വഴി പറ്റും, അത് നടക്കരുത് എന്ന് പറയുമ്പോൾ അവൻ ഡൗട്ടി ബ്ലഡ് പോലും ഇല്ല. എന്നിട്ടും അപ്പോൾ മറ്റേ ഈ പ്ലേസ് ആ പേഴ്സണിന് ക്ലോസ് ആയിട്ടാണ്, എന്ത് ചെയ്താലും പെട്ടെന്ന് തന്നെ തീർക്കണം അറിയുന്നതിന് മുൻപ് എന്ന് ഷിയോശുവാനെ വെച്ച് പറയുകയാണ്. ഈവൻ ഇവർക്ക് പോലെ പേടിക്കുന്നെങ്കിൽ ആ ആള് ആരായിരിക്കുന്നു? ഓർഡിനറി ഷിയോയെ എസ്കേപ്പ് ആകാൻ പറഞ്ഞു പോകുന്നു. അപ്പോൾ തന്നെ ഹുണ്ടിയാവോ സെയിന്റ് ലെവൽ ആകുമ്പോൾ ക്രിസ്റ്റൽ ക്ലാസ് ഉണ്ടല്ലോ, അത് വെച്ച് അവരെല്ലാവരെയും ലോക്കാക്കി. മറ്റുള്ളവരും ഗൂക്ലാനിലെ ബെസ്റ്റ് ആയവരാണ്. അവരെ കൊന്ന ഗൂക്ല തന്നെ തകരും. എനിക്ക് അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞ് അത് ബ്രേക്ക് ആക്കുകയാണ്. അത് പൊട്ടി വന്നപ്പോൾ തന്നെ ഷിയോയെ യൂണർ കൂടി അവരുടെ പവേഴ്സ് കൂടി, അതായത് അവളുടെ ഡൗട്ടി ബ്ലഡ് ലൈനും അവന്റെ ഹെവൻലി ഫ്ലെയിമും യൂസ് ചെയ്ത് പൊട്ടിക്കുകയാണ്. ആ ടൈം തന്നെ എസ്കേപ്പ് ആയി പോകുന്നു. എൻ്റെ കയ്യിൽ എസ്കേപ്പ് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ആക്സ് എടുത്ത് അവരെ നേരെ വിട്ടുവാണ്. അപ്പോൾ തന്നെ ഷിയോൻ 3 മിസ്റ്റീരിയസ് ചേഞ്ച് അതെടുത്ത് ഗ്രേറ്റ് ക്രിയേഷൻ പാം ടെക്നിക്ക് അത് ഉപയോഗിക്കുന്നത്. അതിന് ഈ ടെക്നിക്ക് നോക്കിയാൽ മാക്സിമം സ്ട്രെങ്ത് മാക്സിമം റിസൾട്ട് എന്നാണല്ലോ. അതുകൊണ്ട് അങ്ങനെ വെച്ചാൽ തടയാനായിട്ട് നോക്കി എന്നാൽ ഡൗസൻറ്റ് ആണല്ലോ ആ സ്കില്ല് ബ്രേക്ക് ആക്കി. അപ്പോൾ തന്നെ ആംഗ്രി ബുദ്ധലോട്ടസ് ഉണ്ടാക്കാനായിട്ട് നോക്കുവാണ്. അപ്പോഴാണ് ഒരുപാട് സോഡ് അറ്റാക്ക് വരുന്നത്. നോക്കുമ്പോൾ ഷൂഡാവോ തന്നെ അങ്ങോട്ട് വന്ന് അത് തടയാണ്. അവർക്ക് ഒരു അതിശയം ഉണ്ടെങ്കിൽ അവർ നന്ദി പറയുന്നു. ഷൂഡാവോ എന്ന മനസ്സിൽ ഈ മണ്ടന്മാര് ഷിയോ ക്ലാനിലെ പയ്യനെ തന്നെ എതിർത്തു. ഇത് ആ ആളറിഞ്ഞ എന്താകുമെന്ന് ചിന്തിച്ചില്ല. ഈ ഹെവൻലി ടോംബ് തന്നെ ക്ലീൻ ആക്കും. ഞാൻ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് നീ ആൾ സാറ്റിസ്ഫൈ ആകണം, എങ്കിലേ എനിക്ക് ഉപകാരമുള്ളൂ എന്ന് വിചാരിച്ച് നിൽക്കുവാണ്. പിന്നെ ഒരു ഹാഫ് ഡൗസൈൻറ്റ് എന്ന് പറഞ്ഞ് 2 പേരും കൂടി ചേർന്ന് ഒരു ടെക്നിക്ക് അത് ഉപയോഗിക്കുന്നു. അവിടെ ഒരു ഈവിൾ പപ്പറ്റ് പോലെ ഒന്ന് അത് പറ്റുകയാണ്. അത് അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അത് തടയാനായിട്ട് ക്രോസൊക്കെ വെച്ച് അറ്റാക്കും തുടങ്ങി. ആ സമയത്ത് അവിടെ ഒരു സ്പേസ് വെച്ചിട്ട് അവരോട് അതിനുള്ളിലൂടെ പോകാനായിട്ട് പറയുകയാണ്. അവരും ഓക്കെ എന്ന് പറഞ്ഞു പോകുന്നു. എന്നിട്ട് അതന്നെ സമയത്ത് ഷൂഡാവോ എതിർക്കാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ അവർ പോകുന്നത് നടന്നില്ല. കൊണ്ടിയാവോ ലോക്കാക്കി. അവരെല്ലാം ലോക്കായ ടൈം ഒരുപാട് സോൾ വെച്ചുള്ള അറ്റാക്ക്. ആ വരുന്ന സോളിന്റെ അറ്റാക്ക് അവർക്ക് മാറാനായിട്ട് കഴിയുന്നില്ല, കാരണം ലോക്കാണല്ലോ. ഷൂഡാവോ മാക്സിമം നോക്കുന്നുണ്ട്. അവസാനം ഒരു സ്കില്ല് ബ്ലഡ് ബെയ്ഡ് വിൻഡ് അറ്റാക്ക് എന്നത് ചുഴലി കയറ്റുണ്ടല്ലോ, അത് നേരെ വിട്ട് ആ വന്ന സോൾസിനെ എല്ലാം ഇല്ലാതാക്കാനായിട്ട് നോക്കണം. അങ്ങനെ നിൽക്കെ ഒരു ചെറിയ സ്കില്ല് വെച്ച് നമ്മളെ എതിർക്കണം എന്ന് പറഞ്ഞ് അവർ ചെന്ന് ആ വിൻഡ് അറ്റാക്ക് ബ്രേക്ക് ആക്കാനായിട്ട് നോക്കുകയാണ്. അവസാനം അത് പൊട്ടിച്ചു. അത് കഴിഞ്ഞു. അപ്പോൾ തന്നെ ഗ്രാവിറ്റി പോലെ അവന്റെ ലോക്ക് എല്ലാം മാറ്റിയിട്ട് ഗ്രാവിറ്റി വെച്ച് ലോക്കാക്കുകയാണ്. ഇപ്പോഴും അവർക്ക് മാറാനായിട്ട് കഴിയുന്നില്ല. അവരെ കൊല്ലാനായിട്ട് നേരെ വരുന്നു. എന്തുകൊണ്ട് ആ പേഴ്സൺ വരുന്നില്ല എന്ന് ചൂടാവും മനസ്സിൽ. എല്ലാവരും ഡെറ്റോക്കാൻ പോവുകയാണോ എന്ന് വിചാരിക്കുമ്പോഴാണ് അവിടെ ഒരു ക്രിസ്റ്റൽ വാള് പോലെ വന്നിട്ട് അത് തടയുന്നു. ആ വലിയ പപ്പറ്റിന്റെ സ്കില്ല് അത് തന്നെ ഡിസ്ട്രോയ് ആയി കളഞ്ഞു. ഞാൻ കരുതിയില്ല ഹുൻക്ലാനിലെ കുറച്ച് പേര് ഇനി ഇവിടെ ഉണ്ടെന്ന് എന്നൊരു വോയിസ്. ഷിയോയുടെ ഹാർട്ടിൽ എന്തോ പോലെ അവന് ക്ലോസ് ആയ ആളാണെന്ന് അവന് മനസ്സിലായി.
എന്ന് പറഞ്ഞ ആളെ കാണിക്കുകയാണ്. മോസ്റ്റ് വെയിറ്റഡ് ആയിരുന്ന ഷിയോക്ലാനിലെ തന്നെ അല്ല ഷിയോക്ലാൻ തന്നെ ഉണ്ടാക്കിയ ശിവശിവനെ അവിടെ കാണിക്കുകയാണ്. കണ്ട